ട്രംപിന്റെ പുതിയ ബഡായി ഹോർമൂസ് ബ്ലോക്കേഡ്. ലോക പോലീസ് ചമഞ്ഞ് ലോകരാഷ്ട്രങ്ങളിൽ പലതിനെയും ആക്രമിച്ച് നശിപ്പിക്കുമ്പോൾ പൊതുവെ അമേരിക്ക വിളിക്കപ്പെട്ടിരുന്നത് ലോക പോലീസ് എന്നാണ്. എന്നാൽ അതിപ്പോൾ കടൽ കൊള്ളക്കാരന്റെ സ്വഭാവത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന് കാണാം. ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന്റെ 2ാം ഘട്ടത്തിൽ പ്രവേശിക്കുമ്പോൾ അമേരിക്കക്ക് ഒരു കടൽ കൊള്ളക്കാരന്റെ വേഷമാണ്. ഒരു കുഴപ്പവുമില്ലാതെ ലോകത്തിലെ മറ്റനേകം കടലിടുക്കുകളെപ്പോലെ മനുഷ്യനിർമ്മിതമായവയാണെങ്കിൽ ടോൾ പിരിച്ചും അല്ലാത്തവയിൽ സൗജന്യമായും കടന്നുപോയിക്കൊണ്ടിരുന്നു ആഗോള വ്യാപാര കപ്പലുകൾ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായി 8ഓ 10ഓ കടലിടുക്കുകൾ ഇതേപോലെയുണ്ട്. അവയുടെ കൂട്ടത്തിൽ ടോൾ പിരിക്കാത്ത മറ്റൊന്നായിരുന്നു ഹോർമൂസ് കടലിടുക്ക്. ഇറാന്റെയും ഒമാന്റെയും ഇടയിലുള്ള ഈ കടലിടുക്ക് പൂർണ്ണമായും ഇറാന്റെ ഭൂഭാഗത്താണ് വളഞ്ഞു വരുന്നത് എന്ന് കാണാം. ഇന്ത്യയുടെ ഏതാണ്ട് പകുതിയോളം 50% ഗൾഫ് എണ്ണ ആ വഴിക്കാണ് വരുന്നത്. ലോക വിപണിയിലേക്കുള്ള 20%-ഓളവും ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് കടന്നു പോകുന്നത്. യുദ്ധ ആരംഭത്തിൽ പോലും, യുദ്ധം ആരംഭിച്ചിട്ടും അത് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴും ഹോർമൂസ് കടലിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അതിലെ നിർബാധം കടന്നുപോയിക്കൊണ്ടിരുന്നതാണ്. അവിടെയാണ് അമേരിക്കയുടെ ഇടപെടൽ മൂലം അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഇറാൻ ഒരുങ്ങി. ഇറാൻ അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങി. അപ്പോൾ അത് തുറപ്പിക്കും എന്നായി അമേരിക്കയുടെ, ട്രംപിന്റെ ഭാഷ്യം. അമേരിക്കയുടെ എന്ന് പറയുന്നത് ഭാഗികമായിട്ടേ ശരിയാവുകയുള്ളൂ. കാരണം ട്രംപ് പറയുന്നതും കാണിക്കുന്നതുമെല്ലാം അമേരിക്കക്കാരുടെ സ്വഭാവത്തിന്റെ പ്രതിഫലനമായി കണക്കാക്കാനാവില്ല. അത് ട്രംപിന്റെ മാത്രം സ്വഭാവമായേ നമുക്ക് നിശ്ചയിക്കാനാവുകയുള്ളൂ, കാണാനാവുകയുള്ളൂ. ഏതായാലും യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ ഹോർമൂസ് കടലിടുക്ക് ഒരായുധമാക്കാൻ ഇറാൻ ശ്രമിക്കുന്നു എന്ന് കണ്ടതോടുകൂടി ഹോർമൂസ് കടലിടുക്ക് സൊട്ട് കളിച്ചാൽ കാണിച്ചു തരാമെന്നായി ട്രംപിന്റെ വാദം. അതിലെ തൊടാൻ അനുവദിക്കില്ല, അതിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നായി ആവശ്യം. ഹോർമൂസ് കടലിലൂടെ ആരും കടന്നു പോകാൻ പാടില്ല എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. ട്രംപിന്റെ പുതിയ തിട്ടൂരം അതാണ്. എവിടെയോ കിടക്കുന്ന ട്രംപ് ഹോർമൂസ് കടലിടുക്കും അതിനോടനുബന്ധിച്ച കച്ചവടവും മറ്റു വ്യാപാരങ്ങളും അതിനോട് പരിസരത്തുള്ള രാജ്യങ്ങളും ഒന്നും ഇയാൾക്ക്, ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ ഒഴികെ ഇയാൾക്ക് വലിയ ബന്ധമൊന്നുള്ളതല്ല. എങ്കിലും മൂപ്പർ അവിടെ അധികാരം കാണിക്കുകയാണ്. ഈ ഹോർമൂസ് അധികാരം കാണിക്കലിന് വേണ്ടി ട്രംപ് നാറ്റോയെ ക്ഷണിച്ചു, ബ്രിട്ടനെ ക്ഷണിച്ചു, ഓസ്ട്രേലിയ ക്ഷണിച്ചു. ഇവരെല്ലാം വളരെ സന്തോഷപൂർവ്വം ആ ക്ഷണം നിരസിക്കുകയും ചെയ്തു. ഏതായാലും ഇവരുടെ ആരുടെയും സഹായമില്ലെങ്കിലും ഞാൻ ഹോർമൂസ് കടലിടുക്ക് ഞാൻ ബ്ലോക്ക് ചെയ്യും, തടസ്സപ്പെടുത്തും, അവിടെ വരുന്ന കപ്പലുകൾ നശിപ്പിച്ചു കളയും, കത്തിച്ചു കളയും എന്നൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ വെല്ലുവിളി. ഏതായാലും അത് ആരംഭിച്ചു കഴിഞ്ഞ് മണിക്കൂറുകളായെങ്കിലും ഫലപ്രദമായി അത് ഇനിയും നിയന്ത്രിക്കാൻ ട്രംപിനായിട്ടില്ല എന്ന് കാണാം. 20ഓളം കപ്പലുകൾ ഈ വെല്ലുവിളിക്കിടയിലൂടെയും കടന്നുപോയതായിട്ടും കേൾക്കുന്നു. 13 ചൈനയുടെയും ഇന്ത്യയുടെ ഒന്നുൾപ്പെടെ 20ഓളം കപ്പലുകൾ കടന്നുപോയതാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ഈ കടലിടുക്ക് ബ്ലോക്കേഡ് എന്ന ഹോർമൂസ് കടലിടുക്കിന്റെ ബ്ലോക്കേഡ് പരാജയപ്പെട്ടു, ചീറ്റിപ്പോയോ എന്ന് ആഗോള നിരീക്ഷകർ സംശയിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ട്രംപിന്റെ അടുത്ത നടപടി? ആർക്കും, ട്രംപിന് പോലും അത് പ്രവചിക്കാനാവില്ല എന്നുള്ളതാണ് വസ്തുത. ചിലപ്പോൾ നെതന്യാഹുവിന് അറിഞ്ഞേക്കാം. നെതന്യാഹു ആണല്ലോ കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത്. ആ നിലക്ക് അയാൾക്ക് അറിഞ്ഞെന്ന് വരാം. പക്ഷേ ട്രംപിന് പോലും അടുത്ത നിമിഷം താൻ എന്താണ് പറയാൻ പോവുക എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു മറുപടി പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. ഹോർമൂസ് കടലിടുക്കിന്റെ ഉപരോധം, ബ്ലോക്കേഡ് പരാജയപ്പെടുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ബാക്കി കിടക്കുന്നത് ആ കരയുദ്ധം തന്നെയാണ്. കടൽ യുദ്ധത്തിന്റെ ഏകദേശ മാതൃകയൊക്കെ ചെയ്തു കഴിഞ്ഞാണല്ലോ. അപ്പോൾ വീണ്ടും കരയിലേക്കുള്ള പട്ടാള പ്രവേശനമായിരിക്കും അടുത്ത വെല്ലുവിളി. എത്രയോ കാലമായി യുദ്ധത്തിന്റെ ആദ്യഘട്ടം മുതൽക്കിങ്ങോട്ട് ഇറാൻ കാത്തിരിക്കുന്നതും ഈ കരയുദ്ധം തന്നെയാണ്. കാരണം അവർക്ക് മേൽക്കൈ ഉണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത് ഏറെക്കുറെ ശരിയുമാണ്. ഇറാന്റെ പ്രത്യേക ഭൂഘടനയും മറ്റു കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ കരയുദ്ധം അവരുടെ യുദ്ധമായിരിക്കും എന്നാണ് ഏറെക്കുറെ നിരീക്ഷകന്മാരെല്ലാം അഭിപ്രായപ്പെടുന്നത്. അതുതന്നെയാണ് അമേരിക്കയെയും ഭയപ്പെടുത്തുന്നത്. പെന്റഗൺ തലവന്മാർ പലരും അതിനെ വളരെയധികം നിരുത്സാഹപ്പെടുത്തി, വളരെയധികം അതിനെതിരായി സംസാരിച്ചു. അവരിൽ പലരുടെയും ജോലി അതുമൂലം തെറിച്ചു. എന്നിരുന്നാലും ട്രംപിന്
കുറച്ച് അമേരിക്കക്കാരെ കൂടി കൊല്ലാനുണ്ട് എന്നുള്ളതാണ് മൂപ്പരുടെ പരോക്ഷമായ ആഗ്രഹം. പ്രത്യക്ഷത്തിൽ ഇറാനികളെ കൊല്ലാനുണ്ട് എന്നുള്ളതും. യൂറോപ്പിലെ പല രാജ്യങ്ങളും, സ്പെയിൻ, ഇറ്റലി, സ്വിറ്റ്സർലാൻഡ്, എന്തിന് ഇംഗ്ലണ്ട് പോലും ഇസ്രായേൽ അമേരിക്കൻ കൂട്ടുകെട്ടിനെയും ഇവരുടെ ഇപ്പോഴത്തെ ഈ ഇറാനിയൻ കടന്നുകയറ്റത്തെയും അത്ര അനുകൂലമായ രീതിയിലല്ല ഇവരൊന്നും കാണുന്നത്. പോപ്പ് പോലും അമേരിക്കയുടെ ഈ യുദ്ധവെറിയെ ഇതിനെ മതവുമായി ബന്ധിപ്പിക്കുന്നതിനെ അപലപിക്കുകയുണ്ടായി. പോപ്പിന്റെ യുദ്ധവുമായി ബന്ധപ്പെട്ട സംസാരം തികച്ചും ആത്മീയമാണ്. അത് മനുഷ്യ സ്നേഹത്തിലും ലോക സമാധാനത്തിലും അധിഷ്ഠിതമായ ഒരു തത്വശാസ്ത്രത്തിൽ ഊന്നിക്കൊണ്ടുള്ളതാണ്. ഏതായാലും ഒരു മുൻ ലോക പോലീസുകാരന്റെ ഇപ്പോഴത്തെ ദി പൈറേറ്റ്സ് ഓഫ് കരീബിയൻ എന്ന സിനിമയിൽ പറഞ്ഞ പോലുള്ള വേഷം എന്തുമാത്രം ബോക്സ് ഓഫീസിൽ വിജയിക്കുമെന്ന് പറയാനാവില്ല. ഇതേവരെയുള്ള ട്രാക്ക് റെക്കോർഡുകൾ വെച്ചുകൊണ്ട് ഇറാനിൽ ഇടപെട്ടത് മുതൽക്കുള്ള ട്രാക്ക് റെക്കോർഡുകളാണ്. ലോകത്ത് മുഴുവൻ അമേരിക്ക ഇടപെട്ട ട്രാക്ക് റെക്കോർഡുകൾ ശരിക്കു പറഞ്ഞാൽ പരാജയങ്ങളാണെങ്കിൽ പോലും ഇപ്പോൾ ഇറാനിൽ യുദ്ധത്തിന്റെ 1-ാം തീയതി മുതൽ ഫെബ്രുവരി 28 മുതൽ ഇന്നേ വരെ കണ്ട ഡെവലപ്മെന്റ്സ് വെച്ച് പരിശോധിക്കുമ്പോൾ ഈ ഹോർമൂസ് ബ്ലോക്കേഡ് കനത്ത പരാജയത്തിൽ കലാശിക്കാനാണ് സാധ്യത. അഥവാ അത് വിജയിക്കുകയാണെങ്കിൽ ട്രംപിന് അദ്ദേഹത്തിന്റെ പിടിവാശി നിലനിർത്താനാവുമെങ്കിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ലോകത്തിലും ഇന്ത്യയിലും കേരളത്തിൽ പ്രത്യേകിച്ചും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വളരെ കൂടുതലായിരിക്കും. യൂറോപ്പിലെ കാര്യം 200-ന് മേലെ എണ്ണ വില പോകുമെന്നാണെങ്കിൽ ഇന്ത്യയിലെ കാര്യം എണ്ണക്ക് വലിയ ദൗർലഭ്യം നേരിടും. കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ വെറും അടുക്കളയിലെ കത്തിക്കുന്ന ഗ്യാസിന്റെ പ്രശ്നമായിരിക്കില്ല, വാഹനത്തിൽ അടിക്കുന്ന പെട്രോളിന്റെയും പ്രശ്നമായിരിക്കില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന സംസ്ഥാനമായ കേരളത്തിന്, ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന് അത് അവരുടെ അടുക്കളയെ മാത്രമല്ല അവരുടെ സമസ്ത മേഖലകളെയും സ്തംഭിപ്പിക്കും, ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ്. ഏത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലൂടെ കപ്പലുകൾ കടന്നു വന്നിട്ടില്ലെങ്കിൽ ട്രംപ് വിജയിച്ചാൽ അത് ട്രംപിൻ്റെയും ഇറാന്റെയും മാത്രം യുദ്ധമായിരിക്കുകയില്ല, ലോകത്തിലെ സകലമാന മനുഷ്യരുടെയും നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമായി അത് പരിവർത്തിക്കപ്പെടും എന്ന് സാരം. കേരളീയർക്കത് നിലനിൽപ്പിന്റെ, ഗൾഫിലെ ഏതാനും പേരുടെ ജോലി പോകുന്ന കാര്യമോ ശമ്പളം കുറയുന്ന കാര്യമോ മാത്രമായിരിക്കില്ല, കേരളത്തിൽ തന്നെ അതിജീവനത്തിന്റെ കൂടി പ്രശ്നമായി അത് മാറിക്കൂടായികയില്ല. എങ്കിലും ആ അവസ്ഥയിലേക്കൊന്നും ഇത് പുരോഗമിക്കുകയില്ല. ട്രംപിന്റെ ചഞ്ചല മനസ്ഥിതി വെച്ചുകൊണ്ട് തന്നെ 2 ദിവസത്തെ ഈ പ്രൊമോഷൻ, അദ്ദേഹത്തിന്റെ ബ്ലോക്കേഡ് പ്രൊമോഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്പർ എടുക്കും. അത് എങ്ങനെയായാലും ഒരു കരയുദ്ധത്തിലാണ് കലാശിക്കുന്നതെങ്കിൽ ഇറാൻ തോറ്റേക്കാം, പക്ഷെ അമേരിക്ക ജയിക്കുകയില്ല. ഇതാണ് അതിൻ്റെ അവസ്ഥ. ഇറാൻ തോറ്റ രാജ്യം തന്നെയാണത് ഒരു കണക്കിൽ. ഒരു തോറ്റ ജനതയല്ല, പക്ഷേ ഇറാൻ ഒരു തോറ്റ ജനതയല്ല, പക്ഷെ ഒരു തോറ്റ രാജ്യമാണത്. ജിയോഗ്രഫിക്കലി അവർ ബ്ലോക്കഡാണ്, പരാജയത്തിലാണെങ്കിൽ. പക്ഷെ ഒരു സമൂഹം എന്ന നിലക്ക്, ഒരു കൾച്ചറൽ സൊസൈറ്റി എന്ന നിലക്ക് അവർ വിജയിച്ച ഒരു സമൂഹമാണ് എന്ന് കാണാം. ഇവിടെയും അവർ വിജയിക്കും. അമേരിക്ക എക്കണോമിക്കലി മറ്റെല്ലാ തരത്തിലും പരാജയപ്പെടുകയും ചെയ്യും. അമേരിക്കയുടെ പരാജയവും ഇറാന്റെ പരാജയവും ഈ യുദ്ധത്തിൽ ഒരുപോലെ ആയിരിക്കില്ല. അത് ലോകത്തിനുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളും വ്യത്യസ്തമായിരിക്കും. അതായത് ഇറാന്റെ പരാജയം പ്രത്യേകിച്ചൊന്നും ലോകത്തിനുണ്ടാക്കില്ല, നമുക്ക് ഈ ഊർജ്ജ സ്രോതസ്സുകളുടെ പ്രശ്നങ്ങളല്ലാതെ. പക്ഷേ അമേരിക്കൻ പരാജയം തീർച്ചയായും ലോകക്രമത്തിൽ തന്നെ സാരമായ വ്യതിയാനങ്ങൾക്ക് ഇടവരുത്തും. ഇതിനു പിന്നിൽ പറഞ്ഞു കേൾക്കുന്നത് എപ്സ്റ്റീൻ ഫയൽസിന്റെ സ്വാധീനത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നു. ഈ എപ്സ്റ്റീൻ ഫയൽസിന്റെ സ്വാധീനം അറബ് ഗൾഫ് മേഖല മുഴുവനായിട്ടും അമേരിക്കൻ ഭരണാധികാരികളിലും ഇന്ത്യ വരെ നീണ്ടുവരുന്ന ഈ എപ്സ്റ്റീൻ ഫയൽ എന്ന ഭീകരസത്വം എന്തായിരിക്കും അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ എന്ന് ലോകം ഉത്കണ്ഠപ്പെടുകയാണ്. ഏതായാലും അതിൻ്റെ എഫക്റ്റ് കുറച്ചൊന്നുമല്ല ലോക നേതാക്കളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാനാവില്ല. ഏതൊക്കെ ആയാലും യുദ്ധം മാറി നല്ലൊരു സമാധാനപരമായ കാലാവസ്ഥ ഈ ലോകത്തിനുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.